ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മണാലിയിൽ സോലങ് വാലിയിലാണ്. ഞങ്ങൾ ഇന്നലെ ഒരു 10-10:30 ആയപ്പോൾ എത്തിയായിരുന്നു. ഞാൻ, എൻ്റെ 2 ഫ്രണ്ട്സ്, എൻ്റെ ഒരു കസിനും ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ജിഫ്രി ബ്രോ ഉണ്ട്. ഞാൻ അവിടെ നാട്ടിൽ നിന്ന് കയറിയപ്പോഴേ ജിഫ്രി ബ്രോയെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഞാൻ വരുന്നുണ്ട്, അല്ല ഇവിടെ റെഡിയാക്കണം. ഇവിടെ വന്നപ്പോഴേ തന്നെ എല്ലാം പക്കയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഞങ്ങൾ ദീദിയുടെ വീട്ടിലാണ്. ദീദിയും ജിഫ്രി ബ്രോയും കൂടെയാണ് ഇത് നടത്തുന്നത്. ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് മണാലി വരുന്നത്. ഇത്ര നാളായിട്ട് ഞാൻ വന്നിട്ടില്ല. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈം വന്നപ്പോഴേ കിളി പോയി. ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെയാണ്, പിഞ്ഞ തണുപ്പാണ്. ഇന്ന് ഡേ 2 ആണ്. ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളോട് കാണിക്കാം. ഓക്കെ, ചൂടുവെള്ളം കിട്ടിയാലും മതി. രാവിലെ തന്നെ ആൾക്കാർ പശുവിനെ ഇറങ്ങി കാക്കുകയാണ്. ठीक है, उधर मैगी का शॉप है आपका? मेरा पास नहीं है, हम बहुत लेडीज का 10 लेडीज का. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, രാവിലെ ദീദി പൂരിയും ചോള പട്ടൂരി എന്ന് പറയുന്ന ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ദീദി ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഇന്നലെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു, ഇന്നില്ല. വരുമായിരിക്കും, ഇതുവരെ ഇല്ല. ഇന്നലെ ഒമിനി കാണത്തില്ലായിരുന്നു മഞ്ഞുകൊണ്ട്. ഇപ്പം അത്യാവശ്യം കാണും. ഇതെങ്ങനെ അവർ ഇറക്കിക്കൊണ്ട് പോകും ഗായ്സ്? അപ്പം എനിക്ക് ഇന്നലെ ഇവിടെ ഇടുന്ന ടൈപ്പ് സോക്സ് ഇല്ലായിരുന്നു, എൻ്റെ നോർമൽ ടൈപ്പ് സോക്സ് ആയിരുന്നു നടന്നത്. അപ്പോൾ ദീദി എനിക്ക് ഒരു സോക്സ് സ്റ്റിച്ച് ചെയ്ത് തരുവാണ് ഗായ്സ്. കണ്ടോ, ഇവിടെ ഇവർ തന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻറ്റി അവിടെ തുണിയല്ലല്ലോ, പാത്രം കഴിയുക. ദീദി ഇവിടെ സ്റ്റിച്ച് ചെയ്യും. സോക്സ് ഒക്കെ ദീദി തന്നെ സ്റ്റിച്ച് ചെയ്തതാ. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞത് രാത്രി. അതുകൊണ്ട് ദീദി ഇന്നലെ രാത്രി എന്നോട് രാവിലെ ഉച്ചയ്ക്ക് വന്നപ്പോഴേ പറഞ്ഞു, ദീദി എനിക്ക് സോക്സ് ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ തന്നെ റെഡിയാക്കി തരാമാണ്. ഇന്നലെ രാത്രി കൊണ്ട് ദീദി ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അടുത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. ഗായ്സ്, ഇന്നലെ ഇവർക്കെല്ലാം സോക്സ് കിട്ടിയായിരുന്നു. എനിക്ക് ഇന്ന് രാവിലെ സോക്സ് കിട്ടിയായിരുന്നു. എന്നാലും രാത്രി കൊണ്ട് തന്നെ ദീദി സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് തന്നു. ഇന്ന് രാവിലെ ബാക്കി സ്റ്റിച്ച് ചെയ്ത് രണ്ടെണ്ണം കിട്ടി. ഇത് സ്റ്റിച്ച് ചെയ്ത സാധനം കാണിച്ചാ, ഇതാ ഈ മെറ്റീരിയൽ വെച്ചല്ലേ. സോക്സ് ഇല്ല, പണി പാളും ഗായ്സ്. മേള് വരെ മുടിഞ്ഞ ലുക്കാ ഗായ്സ്. സാപ്പോട്ട് വന്ന് നോക്കി, കറക്റ്റ് മലയാളി ഇല്ലേ ഗായ്സ്? അപ്പൊ ആദ്യത്തെ വീഡിയോ എടുത്തു. ഗായ്സ്, അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കയറി വന്നതിനെക്കാട്ടിലും വഴിയൊക്കെ അത്യാവശ്യം ഐസ് കുറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാ നമ്മൾ പോകുന്നത് ഇപ്പോൾ? താഴത്തെ നമ്മുടെ ഇവിടെ ഒരു ആർത്തി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി നല്ല ചിക്കൻ മോമോസും പൂപ്പയും ഉണ്ടാക്കി തരും. അപ്പോൾ അത് കഴിക്കാൻ പോകണം അടുത്ത പരിപാടിയിലേക്ക്. യെസ്, ഓക്കെ. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൽ നിന്നൊരു 600-700 മീറ്റർ താഴെയാണത്. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മോമോസ്, മട്ടൻ തൂപ്പ, ആ രണ്ടുകൂടെ പറഞ്ഞേക്കുന്ന ഒരു പ്ലെയിൻ മാഗി. അത് വിഷ്ണുവിന് മട്ടൻ മോമോസും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫുഡ് വരട്ടെ. ബ്രോ, ഹായ് ബ്രോ, എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ? ഫസ്റ്റ് ദിവസം തൊട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണല്ലോ നമ്മുടെ. ഒരു എക്സ്പീരിയൻസ് പറയാം നിങ്ങൾ. ഇന്നലത്തേക്കാളും തണുപ്പ് കൂടുതലുണ്ടല്ലേ? വിചാരിച്ചില്ല വരാൻ പറ്റുമെന്ന്, ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഇന്നലെ തന്നെ സ്നോഫോൾ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. സ്പൈഡർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഇപ്പൊ വേണ്ടേ നമുക്ക് ഫസ്റ്റ് ഡിഷ് തന്നു, മോമോസ് കൊണ്ട് തന്നു. സോനോജന്റെ വെയിറ്റിംഗ് ആണ്. കഴിക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. അതെ അതെ, പുകയുവാ. എടുത്തെടുത്തു ചട്നി ഉണ്ടോ? ചൂടാണ്, അണ്ണാക്കി എടുത്തതല്ല. നീയല്ലേ വിട്ടാ ചട്നി. മട്ടൻ മോമോസ് കൊള്ളാം. ഗൈസ് വിശപ്പുള്ളതുകൊണ്ട് ആണെന്ന് നോക്കത്തില്ല, അടിപൊളി. നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത സാധനം കൊണ്ട് തന്നു. ഇതിന് പേരെന്തായിരുന്നു? ഇതിന്റെ പേര് മട്ടൻ തൂപ്പ എന്ന് പറഞ്ഞൊരു മട്ടൻ തൂപ്പ. ഒരു നേപ്പാളി ഡിഷാണ്. നേപ്പാളി ഡിഷാണ്. ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മോമോസ് വേണം. ബായ് ചട്നി. ഈ ചട്നിയുടെ വന്നിട്ട് മോമോസ് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങൾ മണാലി ടൗണിലോട്ട് പോവാം. ഇവിടുന്ന് ഒരു ഏകദേശം 3-4 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകും, എന്നിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് എന്തോ നോക്കണം. ഓക്കെ, ഞങ്ങൾ മണാലി ടൗണിലോട്ട് പോവാ. അതെ, ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വണ്ടിയൊന്നും എടുത്തില്ല. ഇവിടെ നോക്കുക ഗൈസ്, ഒരു വണ്ടിക്ക് 2 വണ്ടി വന്ന തിക്കും അതുപോലെ സ്ഥലമായത്. ഞങ്ങൾക്ക് 4 പട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കൂടെ നടക്കാൻ. നടന്നോടോ പനിയിലുമ്പോൾ. ഇവിടെ ഏറ്റവും കൂടുതൽ ജിപ്സിയാണ് ഗൈസ്. ജിപ്സി, ആൾട്ടോ. പിന്നെ വേണ്ട ഇപ്പോൾ പോയി വയ്ക്കണ്ടോ? അതുപോലത്തെ വയ്ക്കും. നമ്മുടെ ഗൈഡ് കണ്ടോ വരുന്നു, കണ്ടോ? ഈ പാലത്തിന്റെ പേരെന്തോ? ഇതൊരു പാലമാണ് ഗൈസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പാലമൊന്നുമില്ല, പക്ഷെ പേരൊന്നുമില്ല. അമ്പോ അമ്പമ്പോ, കൊള്ളാം ഗൈസ്. താഴെ ഏതോ ഒരു നദിയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ ഏതോ ഒരു സ്ഥലത്തെത്തി. ഗൈസ് ഞങ്ങൾ നടന്ന് നെഹ്റുക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. വരുന്ന വഴിക്ക് ജെഫ്രി പറഞ്ഞ എന്തോ ഒരു സംഭവം. നീരുറവയുണ്ട്. അതെ അതെ, അതുകൊണ്ട് അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അവർക്കെന്തോ വിശ്വാസങ്ങളും കാര്യമൊക്കെ ഉണ്ട്. ചെറിയൊരു അമ്പലമുണ്ട് അവിടെ അതിനോട് ചേർന്ന്. എൻ്റെ ഗൈസ് അങ്ങോട്ട് നടന്നു പോവാ. അവര് നടന്നെത്തുന്നേ ഉള്ളൂ. മുഴച്ചെന്ന് തോന്നുന്നു നടന്ന്. സൊളാങ്വാലി പോയില്ല. ഇല്ലില്ല. ബ്രോ എവിടെ സ്ഥലം? കൊല്ലം. പത്തനംതിട്ട. പന്തളം. ഓ, നാളെ ഉണ്ട്. 5-6 ദിവസം ഉണ്ട്. ഇവിടെ അവിടെ സ്റ്റേ ചെയ്യപ്പം ഞങ്ങള് നമ്മുടെ ഹിഡംബ ടെമ്പിളിൽ ഓക്കെ. ഞങ്ങൾ ഇന്നലെ വന്നു, ഇന്നലെ എത്തി. ഞങ്ങൾ കണ്ടായിരുന്നു. ഓ ഓക്കെ, നടക്കട്ടെ ബ്രോ. ഓ ശരി, ഓക്കെ. ബ്രോ ഇതാണ് നെഹ്റുക്കുണ്ടെന്ന് പറഞ്ഞത്. അതെ അതെ, നീരുറവയാ ആണല്ലേ. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലം തന്നെ. പാടിക്കുന്നു വരുന്ന വെള്ളം. അപ്പോൾ ഇവിടുത്തെ വെള്ളം കുടിക്കുന്ന വെള്ളമാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ട്രൈ ചെയ്തോളാം, കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും. അതെ ഗൈസ്, ഇവിടുത്തെ വെള്ളം നല്ലതാണോ പറഞ്ഞു. ഇവിടുത്തെ നല്ല, ഇവിടുന്ന് എവിടെ വെള്ളം കുടിച്ചില്ല. ഐസ് വരെ കാര്യത്തില്ല. നോക്കി
സൂപ്പറാന്ന് പറയും. എങ്ങനെയുണ്ട്? നമ്മുടെ കെറ്റിലെ വെള്ളം പോലൊക്കെ തന്നെ. എന്താ അവിടെ പരിപാടി എന്താ? എന്തോട് നിങ്ങളെന്തോ പരിപാടി എന്തുവാ? ഗായ്സ്, അങ്ങനെ ഞങ്ങൾ നടന്ന് മണാലി ടൗൺ എത്താറായി. ഗായ്സ്, ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് കുപ്പികൾ ഇരിക്കുന്നുണ്ട്. ഇതെന്തോ കുപ്പിയാണ്, ഒരു കുടിയില്ല. എന്തായാലും കൊള്ളാം. ഒരു സിഗാർ വാങ്ങിച്ചു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഹായ്, ഞങ്ങൾ ഇന്ന് മണാലി ടൗണൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കറങ്ങി. എന്നിട്ട് അങ്ങോട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. തിരിച്ച് ഞങ്ങൾ കാറിന് വന്നു. ഒരു 7 കിലോമീറ്റർ 7-8 കിലോമീറ്ററോളം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. നമുക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല, അതുകൊണ്ട് അങ്ങ് നടന്നു. ഇപ്പോൾ റൂമിൽ വന്നിട്ടുണ്ട്. ഓക്കെ.